പുതിയ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ഈ സെഷനിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം. IP-OP വാർഡുകളിൽ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ ഒരു ചെറിയ പിഴവ് പോലും ഇല്ലാതെ എങ്ങനെ കൃത്യമായി നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു എക്സ്പ്ലെയിനറാണിത്. ഒട്ടും സമയം കളയാതെ നമുക്ക് കാര്യങ്ങളിലേക്ക് നേരിട്ട് കടക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, വാർഡിലേക്ക് നിങ്ങൾ കാലെടുത്തു വയ്ക്കുന്ന ആ നിമിഷം മുതൽ പേഷ്യന്റിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന യാതൊരു പോരായ്മകളുമില്ലാത്ത ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ഗ്യാരണ്ടി ചെയ്യാൻ കഴിയും? പുതിയതായി ചാർജ് എടുക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അതിനുള്ള കൃത്യമായ മറുപടിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായും 6 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഷിഫ്റ്റ് തുടങ്ങുന്നത് മുതൽ ഓർഡറുകൾ വായിക്കുന്നത്, മുൻഗണന നൽകുന്നത്, അത് നടപ്പിലാക്കി ഉടൻ തന്നെ ഡോക്യുമെന്റ് ചെയ്യുന്നത്, പിന്നെ അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഏറ്റവും അവസാനത്തെ ഹാൻഡ് ഓവർ നൽകുന്നതുവരെയുള്ള 6 കാര്യങ്ങൾ. ഇതൊരു സൈക്കിൾ പോലെ നിങ്ങളുടെ ഡ്യൂട്ടി സമയവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. ശരി, ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ നഴ്സിംഗ് ഷിഫ്റ്റ് തുടങ്ങുന്ന ആ ആദ്യ നിമിഷം. വായിക്കുക, രേഖപ്പെടുത്തുക, അഥവാ റീഡ് ആൻഡ് റെക്കോർഡ്. ഡ്യൂട്ടിക്ക് വരുന്ന ഓരോ നഴ്സും ആ ഷിഫ്റ്റിലെ ഡോക്ടറുടെ ഓർഡറുകൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി വായിക്കുകയും അത് കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം. എന്നാൽ ഇവിടെ തീർന്നില്ല കേട്ടോ. ഇത് വെരിഫൈ ചെയ്യേണ്ട ഒരു വലിയ ചുമതല ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന നഴ്സിനുണ്ട്. പുതിയതായി വന്ന ആള് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൃത്യമായി ചെയ്തു എന്ന് ഉറപ്പുവരുത്തി ഹാൻഡ് ഓവർ ബുക്കിൽ വെരിഫൈഡ് എന്നെഴുതി വെക്കേണ്ടത് പുറത്തുപോകുന്ന നഴ്സാണ്. ഈ പരസ്പരമുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ രോഗികൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം. ഓർഡറുകൾ വായിച്ചു കഴിഞ്ഞു. ഇനി അതിന് മുൻഗണന നൽകണം. അതായത് നിങ്ങളുടെ ഫോക്കസ് എവിടെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഘട്ടം. നോക്കൂ, നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ ജോലികളും ഒരേപോലെ പ്രാധാന്യമുള്ളതായിരിക്കില്ല, അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ജോലികളെ അടിയന്തരമായി ചെയ്യേണ്ടത്, പതിവായി ചെയ്യേണ്ടത്, പിന്നെ മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങൾ എന്നിങ്ങനെ 3 തരംതിരിക്കുക എന്നതാണ്. ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്താൽ ഒരു രോഗിക്കും അത്യാവശ്യ ചികിത്സ വൈകുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തയ്യാറാക്കിയ ഈ പ്രയോറിറ്റൈസേഷൻ പ്ലാൻ വെറുതെ അങ്ങനെ വിടാൻ പറ്റില്ല. നിങ്ങളുടെ ഷിഫ്റ്റ് സൂപ്പർവൈസറോ അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസറോ ഇതൊന്ന് പരിശോധിച്ചുറപ്പുവരുത്തണം. ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾ ഉറപ്പുവരുത്തുന്ന ഈ ചെക്കിംഗ് സിസ്റ്റം സുരക്ഷയുടെ കാര്യത്തിൽ വളരെ നിർണായകമാണ്. അടുത്തത് 3ഉം 4ഉം സ്റ്റെപ്പുകളാണ്. നടപ്പിലാക്കലും ഉടനടിയുള്ള ഡോക്യുമെന്റേഷനും. ആക്ഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി. നിങ്ങളുടെ ഷിഫ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്കേറിയതുമായ സമയമാണിത്. സ്റ്റെപ്പ് 3 എന്നു പറയുന്നത് എക്സിക്യൂഷനാണ്. നിങ്ങളുടെ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന സമയം. ഡോക്ടർ പറഞ്ഞ മരുന്നുകൾ കൃത്യസമയത്ത് നൽകുക, പ്രൊസീജിയറുകൾ ചെയ്യുക, പുതിയ ലാബ് റിപ്പോർട്ടുകൾ ട്രാക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രോഗിയുടെ ട്രീറ്റ്മെന്റ് റെക്കോർഡുമായി ഇതെല്ലാം കൃത്യമായി ക്രോസ് വെരിഫൈ ചെയ്യുക എന്നതാണ്. ഇതൊരു നിർണായകമായ ഘട്ടമാണ് കേട്ടോ. ചെറിയൊരു അശ്രദ്ധ പോലും ഇവിടെ പാടില്ല. ഇനി സ്റ്റെപ്പ് 4. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ: ഡു ഇറ്റ് നൗ. അതെ, ഉടൻ ചെയ്യുക. ഓരോ കാര്യവും ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഫയലിൽ ഡേറ്റും ടൈമും എഴുതി നിങ്ങളുടെ ഒപ്പുവയ്ക്കണം. ഷിഫ്റ്റിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് സാവകാശം അവസാനം ഒരുമിച്ച് ഫയൽ എഴുതാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് വലിയ പിഴവുകൾക്ക് കാരണമാകും. അപ്പോൾ തന്നെ കാര്യങ്ങൾ രേഖപ്പെടുത്തുക. ഇവിടെയുമുണ്ട് ഒരു വെരിഫിക്കേഷൻ ചെക്ക് പോയിന്റ്. ഈ പറഞ്ഞ പോലെ തത്സമയ ഡോക്യുമെന്റേഷൻ നടക്കുന്നുണ്ടോ എന്ന് IP വാർഡിലെ ഹെഡ് നേഴ്സോ OPയിലാണെങ്കിൽ അവിടുത്തെ എണ്ണേഴ്സോ ദിവസവും പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അടുത്തതായി 5ാമത്തെ സ്റ്റെപ്പ്, റിപ്പോർട്ട് ബാക്ക്. ക്രിട്ടിക്കൽ പേഷ്യന്റ് അപ്ഡേറ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഇപ്പോഴും കാര്യങ്ങൾ നടക്കണമെന്നില്ലല്ലോ. രോഗിയുടെ അവസ്ഥയിൽ പെട്ടെന്നൊരു മാറ്റം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഇതിനൊരു കൃത്യമായ എസ്കലേഷൻ വഴിയുണ്ട്. 1. ഉടൻ തന്നെ ഡ്യൂട്ടി ഡോക്ടറെ വിളിച്ചറിയിക്കുക. 2. നിങ്ങളുടെ ICU, NICU അല്ലെങ്കിൽ വാർഡിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ വിവരം അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഡ്യൂട്ടി ഡോക്ടർ വരാൻ വൈകുകയോ തിരക്കിലാവുകയോ ചെയ്താൽ നേരിട്ട് കൺസൾട്ടന്റിനെ തന്നെ വിളിക്കുക. ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. കാരണം അടിയന്തര ഘട്ടങ്ങളിൽ പേഷ്യന്റിന്റെ ജീവനാണ് ഏറ്റവും വലുത്. അങ്ങനെ ഷിഫ്റ്റിന്റെ അവസാനമായി സ്റ്റെപ്പ് 6, അവസാന ഷിഫ്റ്റ് ഹാൻഡ് ഓവർ. അതായത് നിങ്ങളുടെ ചുമതലകൾ സുരക്ഷിതമായി അടുത്തയാൾക്ക് കൈമാറുന്നു. അടുത്ത ഷിഫ്റ്റിൽ വരുന്ന നഴ്സിന് ഇനിയും ചെയ്തു തീർക്കാനുള്ള ടാസ്കുകൾ എന്തൊക്കെയുണ്ടെന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊടുക്കുക. വെറുതെ പറഞ്ഞാൽ പോരാ, അത് ഹാൻഡ് ഓവർ ഷീറ്റിൽ കൃത്യമായി എഴുതിയിരിക്കണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ? ഹാൻഡ് ഓവർ എടുക്കുന്ന നഴ്സിന് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായി എന്ന് ഉറപ്പുവരുത്താൻ അവർ ആ ഷീറ്റിൽ നിർബന്ധമായും കൗണ്ടർ സൈൻ ചെയ്യണം. അപ്പോഴേ ഈ പ്രക്രിയ പൂർണ്ണമാകൂ. നമ്മൾ അവസാന ഭാഗത്തേക്കെത്തുകയാണ്. നിങ്ങളുടെ ദൈനംദിന പ്രോട്ടോകോൾ ചെക്ക് ലിസ്റ്റ്. ഈ 6 സ്റ്റെപ്പുകൾ എങ്ങനെ മനഃപാഠമാക്കാം എന്ന് നോക്കാം.
ഈ 6 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം പോലെ എപ്പോഴും ഉണ്ടായിരിക്കണം. 1. റീഡ് ആൻഡ് റെക്കോർഡ്. 2. പ്രയോറിറ്റൈസ് അഥവാ മുൻഗണന നൽകുക. 3. എക്സിക്യൂട്ട്. 4. ഉടൻ തന്നെ റെക്കോർഡ് ചെയ്യുക. 5. റിപ്പോർട്ട് ബാക്ക്. 6. കൃത്യമായ ഹാൻഡ് ഓവർ. തെറ്റുകൾ ഒഴിവാക്കാനും രോഗിക്ക് മികച്ച പരിചരണം നൽകാനുമുള്ള നിങ്ങളുടെ സ്വന്തം മാസ്റ്റർ ചെക്ക്ലിസ്റ്റാണിത്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വയമേവ ഈ നിയമങ്ങൾ പാലിച്ചുകൊള്ളും. അതെ, ഈ 6 സ്റ്റെപ്പുകൾ നിങ്ങൾ ശീലമാക്കിയാൽ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ തന്നെ തികച്ചും സുരക്ഷിതമായ പരിചരണം നൽകാൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി സാധിക്കും. അപ്പോൾ എങ്ങനെ തുടങ്ങാൻ പോകുന്നു? ഈ 6 സ്റ്റെപ്പുകളുള്ള പ്രോട്ടോക്കോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ വാർഡിലേക്ക് കടന്നു ചെല്ലാനും യാതൊരു പിഴവുകളുമില്ലാതെ നിങ്ങളുടെ അടുത്ത ഷിഫ്റ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും നിങ്ങളിപ്പോൾ തയ്യാറല്ലേ? ഇന്ന് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയിൽ പ്രാവർത്തികമാക്കുക. പേഷ്യന്റ് സേഫ്റ്റി എപ്പോഴും നമ്മുടെ കൈകളിലാണ്.